നമ്മുടെ ഫാമിൻ്റെ ബ്രീഡിങ് ഏരിയയാണിത്. നമ്മളെ ഏഞ്ചലിനെയും ഗപ്പിനെയും ഫൈറ്ററിനെയൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. അപ്പോൾ മേളിലാണ് നമ്മൾ ഏഞ്ചലിനെ ബ്രീഡിങ് സെറ്റ് ചെയ്തേക്കുന്നത്. താഴെ ഗപ്പി, അതിൻ്റെ താഴെ ഫൈറ്റർ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ചെയ്യണത്. ചെറിയൊരു സെറ്റപ്പാണ്. അപ്പുറത്ത് കുറച്ച് ഫ്രിഡ്ജ് ബോക്സ് എല്ലാം ആയിട്ട് ഏഞ്ചലും ഗപ്പി അങ്ങനെ കാര്യങ്ങളൊക്കെ കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ എൻ്റെ പഴയ വീഡിയോയിലുണ്ട്. ഇത് ഫുൾ റെഡ് ആൽബിനോ ആണ്, അതുപോലെ ഫുൾ ബ്ലാക്ക്. അപ്പോൾ അത് ആൽബിനോ ആണ്, അപ്പുറത്ത് ബ്ലാക്ക് ഉണ്ട്. പിന്നെ അതുള്ളത് HB ബ്ലൂ, അങ്ങനെ കുറച്ച് 5-6 വെറൈറ്റിയോളം ഗപ്പീസും ഉണ്ട് നമ്മുടെ കയ്യിൽ. ഞാൻ ജസ്റ്റ് ഏഞ്ചലിൻ്റെ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ജസ്റ്റ് ഷൂട്ട് ചെയ്താണിത്. വാട്ടർ ചേഞ്ച് ഒക്കെ കഴിഞ്ഞിട്ട് എന്താണ് വെള്ളമൊക്കെ അങ്ങനെ നിൽക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴും വെള്ളം വളരെ മോശമായിട്ട് തന്നെ നിൽക്കുകയുള്ളൂ. ഒരു ഫിൽറ്ററൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഫൈറ്റേഴ്സിൻ്റെ കുട്ടികളാണിത്, ഫീമെയിലാണെല്ലാം. അപ്പോൾ നമുക്ക് ഏഞ്ചലിൻ്റെ വീട്ടിലോട്ട് പോവാം. നമ്മുടെ ആദ്യത്തെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ റെഡ് ടോപ്പ് ഏഞ്ചലാണ്. ആൽബിനോ ആണ്. ആൽബിനോ എന്ന് വെച്ചാൽ റെഡ് ഐ എന്നാണ്. അതിൻ്റെ ബോഡി വൈറ്റ് കളറായിരിക്കും, ഹെഡിൻ്റെ ഭാഗത്തായിട്ട് റെഡ് മാത്രം ഉണ്ടാവും. അതാണ് റെഡ് ടോപ്പ് അല്ലെങ്കിൽ റെഡ് ക്യാപ്പ് എന്ന് പറയുന്നത്. ഇപ്പം ക്യാപ്പ് ഉള്ളതാണ്, അതിൽ റെഡ് പോയിന്റ് കാണുന്നതാണ് മെയില്. അപ്പുറത്ത് ക്യാപ്പ് ഇല്ലാത്തത് ഫീമെയിലാണ്. ഇത് 2 വെറൈറ്റി ഉണ്ട്. അതായത് ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങൾ ഇറങ്ങാത്തുള്ള ക്യാപ്പുള്ളത് ഇറങ്ങും, അതായത് വിത്ത് ക്യാപ്പും വിത്തൗട്ട് ക്യാപ്പും, അങ്ങനെ 2 വെറൈറ്റി ആയിട്ട് ഇറങ്ങും. എന്നാലും ബ്രീഡ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ വെറൈറ്റിയും കിട്ടാറുണ്ട്. കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പെയറാണിത്. അതിൻ്റെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ തീരെ മറ്റുള്ള ഏഞ്ചലിൻ്റെ ബേബീസിനെ വെച്ച് തീരെ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കും ഇതിന് വരുന്നത്. അപ്പോൾ നമുക്ക് ആർട്ടിമയൊക്കെ എടുക്കാനായിട്ട് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. OSA തന്നെ അതിന് കഴിക്കണം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ചെറിയൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട്, ഗ്ലാസിൻ്റെ ചെറിയതിലോട്ട് മാറ്റിയിട്ട് അവിടെ വെച്ച് ഫീഡ് ചെയ്താൽ മാത്രമേ ഇത് ഫുഡൊക്കെ എടുക്കാനുള്ള ചാൻസ് കൂടുതലുള്ളൂ. അപ്പോൾ അതിൻ്റെ കെയറിങ് ഇത്തിരി കൂടുതൽ വേണം അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക്. ഇപ്പോൾ ഇത് അഗ്രസീവാണ്, കാരണം ഒരു എഗ്ഗ് ചെയ്യാനുള്ളൊരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ് ആൾ. അതിൻ്റെ ഒരു പൈപ്പ് വെച്ച് കൊടുത്തേക്കെന്ന് വെച്ചാൽ ഈ പൈപ്പ് ഇങ്ങനെ ഒരു 45 ഡിഗ്രി ചരിച്ച് വെക്കുക. ചരിച്ച് വെച്ചില്ലെങ്കിൽ അവർ എഗ്ഗ് ചെയ്യും. എങ്ങനെ വെച്ച് വെച്ചാൽ അവർക്ക് എഗ്ഗ് ചെയ്യാനായിട്ട് കുറച്ച് എളുപ്പം ഉണ്ടാവും. ഒരു പൈപ്പിലാണ് എഗ്ഗ് ചെയ്യണത്. എഗ്ഗ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ പൈപ്പ് അവർ ക്ലീൻ ചെയ്യും. ഇങ്ങനെ കൊത്തി അതിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഫംഗസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്ത്, പൂപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം റിമൂവ് ചെയ്ത് ഇവർ തന്നെ കളയും. അങ്ങനെയാണ്. പിന്നെ മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ ഇത്തിരി പാടാണ്. എനിക്കിത് പെയറായിട്ട് തന്നെ എടുത്തതാണിത്. സാധാരണ ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഏഞ്ചലുകൾ മേടിച്ചിട്ട് 10-20 ഏഞ്ചലുകൾ മേടിച്ചിട്ട് കുറച്ച് സൈസാക്കി എടുത്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവർ ഒരു 6-7 മാസം ആകുമ്പോൾ പെയർ തിരിയും. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇട്ട് ഗ്ലാസ് ടാങ്കിലോട്ട് മാറ്റി എഗ്ഗ് കേക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് 4-5 വെറൈറ്റിയാണ് ഉള്ളത്. അതിലൊരു വെറൈറ്റിയാണ് റെഡ് ക്യാപ്പ് എന്ന് പറയുന്നത്. ഇതൊരു ഫസ്റ്റ് എഗ്ഗ് ചെയ്തായിരുന്നു, കുറച്ച് കുഞ്ഞുങ്ങളെ കിട്ടിയുള്ളൂ. ഒരു 6-7 കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയുള്ളൂ. ഇപ്പോൾ രണ്ടാമത്തെ എഗ്ഗിങ്ങുള്ളൊരു സെറ്റപ്പാണിത്. നമ്മൾ വെയിറ്റ് ചെയ്യണം എഗ്ഗ് ചെയ്യാനായിട്ട്. നമുക്ക് ഏഞ്ചലിൻ്റെ എഗ്ഗ് 2 രീതിയിൽ വിരിയിക്കാം. ഒന്ന് എഗ്ഗ് മാറ്റി വെച്ചും വിരിയിക്കാം, അല്ലെങ്കിൽ എഗ്ഗ് ഇവർ തന്നെ ഹാച്ചാക്കി ചെയ്യും. നമ്മുടെ അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് സീബ്ര ഏഞ്ചലാണ്. ഇവരിപ്പോൾ എഗ്ഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ട ഈ ഒരു ഓസിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല, പൈപ്പ് AC പൈപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എഗ്ഗ് ചെയ്തേക്കുന്നത്. പുറകിൽ കാണുന്ന എഗ്ഗാണ്. മെയില് അപ്പുറത്ത് മാറിയിരിക്കുന്ന വലുതാണ് മെയിൽ, ഇപ്പുറത്തേക്കുന്നത് ഫീമെയിലാണ്. ഫീമെയിൽ എഗ്ഗ് ചെയ്തതിന് ശേഷം മെയിൽ ഫിഷ് വന്ന് ഫെർട്ടിലൈസേഷൻ ചെയ്യും. അതിനുശേഷം ഫംഗസൊക്കെ വരാതിരിക്കാൻ വേണ്ടി ഇവർ അതിൻ്റെ ഫാൻ ചെയ്ത് അതിൻ്റെ ഫംഗസും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കും. എപ്പോഴും എഗ്ഗ് ഇങ്ങനെ വൃത്തിയായിക്കൊണ്ടിരിക്കും ഇവർ. നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്രസീവാണ്, അടുപ്പിക്കുകയൊന്നുമില്ല. അപ്പോൾ നമ്മൾ പരിചയമില്ലാത്ത ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പ്രശ്നം ഉണ്ടാക്കും. അതായത് എഗ്ഗ് തിന്ന് കളയാനുള്ള സാധ്യതയുണ്ട്. ഭയങ്കര കൊത്താനൊക്കെ വരും, നമ്മളോട് ഭയങ്കര ദേഷ്യത്തോടെ ഇങ്ങനെ കാണിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ പരിചയമില്ലാത്ത ആരെയും കൊണ്ട് അങ്ങോട്ട് പോകാതിരിക്കുകയാണ് നല്ലത്. ഇതാണ് നമ്മൾ സീബ്ര ഏഞ്ചലാണ്. എൻ്റെ എഗ്ഗ് ഞാൻ മാറ്റി വെച്ച് ഇരിക്കാനാണ് പോകുന്നത്, കാരണം എൻ്റെ എഗ്ഗ് തിന്നുന്നത് ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മാറ്റി വെച്ച് ഇരിക്കുന്നത്. ഞാൻ നേരത്തെ മാറ്റി വെച്ച് ഇരിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം, അടുത്തൊരു പോർഷനിലുണ്ടത്. അപ്പോൾ എഗ്ഗ് ചെയ്ത് കഴിയട്ടെ. മൊത്തം ഇപ്പോൾ എഗ്ഗ് ചെയ്ത് ഒരു 4 മണിക്കൂറായിട്ടുണ്ട്. 2 മണിക്കൂറൊക്കെ കൊണ്ട് എഗ്ഗ് ചെയ്ത് കഴിയാറുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വെറൈറ്റീനെ പരിചയപ്പെടാം. അടുത്ത നമ്മുടെ വെറൈറ്റി എന്ന് പറയുന്നത് പ്ലാറ്റിനം വൈറ്റ് ആണ്. ഇതാണ് പ്ലാറ്റിനം വൈറ്റ് കളറാണ്. പേടിച്ചിരിക്കാനുള്ള വീഡിയോ എടുക്കാൻ പേടിച്ചങ്ങോട്ട് ഓടിയതാണ്. ഇവർക്ക് ഞാൻ ഒരു ടൈലിൻ്റെ പീസാണ് എഗ്ഗ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തേക്കുന്നത്. ഇവരും വാട്ടർ കണ്ടീഷനൊക്കെ ഞാനിപ്പോൾ ചേഞ്ച് ചെയ്ത് ഒറ്റയ്ക്ക് വെച്ചേക്കേണ്ട. അടുത്ത ദിവസം തന്നെ എഗ്ഗ് ചെയ്യും. മെയിലും ഫീമെയിലും പേടിച്ച് എനിക്കാണ് എന്തൊക്കെയാണുണ്ടായത്. ആ മെയിലാണ് അപ്പുറത്ത് നിൽക്കുന്നത്, ഈ സൈഡിലോട്ട് നിൽക്കുന്നത് ഫീമെയിലാണ്. ഇതും പെയറായിട്ട് തന്നെ എടുത്തതാണ് ഞാൻ. ഒരു 2 പ്രാവശ്യമൊക്കെ ബ്രീഡിങ് കഴിഞ്ഞാണ്. അത്യാവശ്യം കൗണ്ടൊക്കെ ഉണ്ട്, ഒരു 300-350 കുഞ്ഞുങ്ങളൊക്കെ ഏകദേശം കിട്ടിയിട്ടുണ്ട്. ഒരു എഗ്ഗ് ചെയ്യാനുള്ള സെറ്റപ്പിലാണ്. ഫുഡൊക്കെ നല്ലപോലെ ഫീഡ് ചെയ്യുക. നമ്മുടെ കൊതുകിൻ്റെ കുത്തടി, ഫ്രോസൺ ആർട്ടിമ, പെല്ലറ്റ്, 3 ഫുഡാണ് ഞാൻ സാധാരണ കൊടുക്കുന്നത്. ലെഗിൻ്റെ കൗണ്ട് കൂടിക്കൊണ്ടെങ്കിൽ ഫ്രോസൺ ആർട്ടിമ തന്നെ കൊടുത്താൽ മതി. അതിൻ്റെ ബോഡി ഫുള്ള് വൈറ്റ്, റെഡ്, ചെറിയ റെഡിഷ് അല്ലത് വൈറ്റ് തന്നെയാണ്, ഫുള്ള് വൈറ്റ് തന്നെയാണ്. ഒരു സിൽവർ കളറാണത്. പ്ലാറ്റിനം വൈറ്റ് എന്നാണ് അതിനെ പറയണത്. റെഡ് ഐ അല്ല, ബ്ലാക്ക് ഐ തന്നെയാണ്.
ഇവർക്ക് ഭയങ്കര പേടിയാണ് അവർക്ക്. അതുകൊണ്ടാണ് ഇവർ എപ്പോഴും ഈ ടൈലിൻ്റെ മറയിൽ പോയി നിൽക്കുക. ആൾ കണ്ടതിന് അപ്പം തന്നെ പോകും. നമ്മളധികം ഡിസ്റ്റർബ് ചെയ്യണം. ഡിസ്റ്റർബ് ചെയ്തതിന് അവർ എഗ്ഗ് ചെയ്യില്ല. അഥവാ എഗ്ഗ് ചെയ്താൽ തന്നെ അപ്പോൾ അവർ കൊത്തിയത് തിന്ന് കളയും. അപ്പോൾ നമ്മൾ മാക്സിമം ഇവരെ ശല്യപ്പെടുത്താതിരിക്കുക. കാരണം പുറത്തുനിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ നമ്മളെ തന്നെ ഉണ്ടായാലും മതി, ഇത് പേടിച്ച് ഇവർ എഗ്ഗ് തിന്ന് കളയും. കാരണം അവരെ കുഞ്ഞുങ്ങളെ തിന്നാൻ മതി എന്നുള്ളൊരു പേടി കൊണ്ടാണ് ചെയ്ത് കളയണത്. അടുത്ത നമ്മുടെ വെറൈറ്റിയാണ്. ഇത് പേൾ സ്കെയിലാണ്. ഇത് പേൾ സ്കെയിൽ റെഡ് ഐ ആണ്. ഇപ്പോൾ ആ ഫ്ലാഷ് ലൈറ്റ് അടിച്ചപ്പോൾ അതിനെ റെഡ് ഐ ശരിക്കും അങ്ങോട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതാണ് റെഡ് ഐ എന്ന് പറയുന്നത്. പേൾ സ്കെയിൽ റെഡ് ഐ ആണ്. അതിൻ്റെ ബോഡിയിൽ അങ്ങനെ ആയതുകൊണ്ടാണ് അതിനെ പേൾ സ്കെയിൽ എന്ന് പറയുന്നത്. ആൽബിനോ പേൾ സ്കെയിലാണ്. മാർക്കറ്റിൽ അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട് ഇതിന്. ഇതിൻ്റെ ഒരു 3-4 ബ്രീഡൊക്കെ കഴിഞ്ഞാണ്. കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് നമുക്കിവിടെ. അതിനെ മാറ്റിയിട്ടൊക്കെയാണ്. ഇപ്പം നമ്മൾ ആ ഒരു PVC പൈപ്പിലാണ് ഇത് എഗ്ഗ് ചെയ്യണത്. 2 ദിവസത്തിനുള്ളിൽ എഗ്ഗ് ചെയ്യും. വാട്ടർ ചേഞ്ച് ഒന്നും ചെയ്ത് കൊടുത്താൽ മതി. വാട്ടർ ചേഞ്ച് വേണ്ടി ഇട്ടേക്കാണ്. അടുത്ത ദിവസം തന്നെ ഇത് എഗ്ഗ് ചെയ്യും. എഗ്ഗ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഒരു കുഴപ്പമൊന്നുമില്ല. അനങ്ങാതൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് അനങ്ങാതൊക്കെ നിന്ന് തന്നെയുണ്ട്. മറ്റുള്ള ചിലപ്പോൾ പേടി അങ്ങനെ കാര്യങ്ങളൊന്നും ഇവർക്കില്ല. കാരണം കുറച്ച് നാളുകളായി അതിൻ്റെ കയ്യിലൊക്കെ ഇട്ടിട്ടുകൊണ്ട് ഒരു ഇതുകൊണ്ടാണ് അനങ്ങാതൊക്കെ നിൽക്കുന്നുണ്ട്. ഫുഡൊക്കെ നല്ലോണം കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ടൊക്കെ തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മൾ നല്ലപോലെ ഫുഡ് കൊടുക്കുക. ബ്രീഡിങ് ടൈമിൽ നമ്മൾ കൊടുക്കുന്ന ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇവരുടെ എഗ്ഗിൻ്റെ കൗണ്ട്. അപ്പോൾ നമ്മൾ നല്ല ഫുഡ് കൊടുത്താൽ നല്ല ഹെൽത്തുള്ള കുഞ്ഞുങ്ങളെ അതുപോലെ എഗ്ഗിൻ്റെ കൗണ്ടൊക്കെ കൂട്ടാൻ പറ്റും. പിന്നെ മെയിലിന് എപ്പോഴും നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഫെർട്ടിലൈസേഷൻ ചെയ്യുള്ളൂ. അപ്പോൾ മെയിലിനും ഫീമെയിലിനും നല്ലപോലെ ഫുഡ് കൊടുക്കുക. ബ്രീഡിങ് സമയത്ത് ഇത്തിരി കൂടുതൽ സാധാരണ നോർമൽ ടൈമിൽ കൊടുക്കുന്നേക്കാളും കൂടുതലായിട്ടുള്ള ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആരോഗ്യത്തോടെ ഇരുന്ന് കുഞ്ഞുങ്ങളെയൊക്കെ കെയർ ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് പേടിച്ചിട്ട് ഒരു കുഞ്ഞുങ്ങളൊക്കെ തിന്ന് കളയും. ഫെർട്ടിലൈസേഷൻ ചെയ്യാനില്ല. അപ്പോൾ ഫെർട്ടിലൈസേഷൻ ചെയ്യാന്ന് കഴിഞ്ഞാൽ എഗ്ഗ് വിരിയില്ല. എഗ്ഗ് അവിടെ വെച്ച് തന്നെ പൂപ്പിലടിച്ച് പോവും. പിന്നെ അവർ കൊത്തി തിന്നുകയാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ എപ്പോഴും മെയിൽ ഫിഷിനും ഫീമെയിലും നല്ലപോലെ ഫുഡിന് ശേഷം കൊടുക്കുക. നമ്മുടെ അടുത്ത വെറൈറ്റി പേൾ സ്കെയിൽ തന്നെയാണ്. നേരത്തെ നമ്മൾ ആൽബിനോ പേൾ സ്കെയിലിനാണ് കണ്ടത്. ഇപ്പോൾ നോർമൽ റെഡ് ഐ അല്ലാത്ത പേൾ സ്കെയിലാണ്. ഒരു എഗ്ഗ് ചെയ്ത് നിൽക്കുകയാണ്. ഒരു ഏകദേശം ഒരു കാൽക്കുലേഷൻ ഒരു 600 എഗ്ഗ് ഏകദേശം ഉണ്ട്. ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ഒരു 600-അടുത്ത് എഗ്ഗ് ഉണ്ട്. ഇത് നല്ലൊരു പേളാണ്. നല്ല കെയറിങ് ആണ്. അതിൻ്റെ ഒരു 3-4ാമത്തെ ബ്രീഡാണ്. ഈ മുമ്പത്തെ ബ്രീഡിങ്ങിലൊക്കെ എഗ്ഗിൻ്റെ കൗണ്ട് കുറവായിരുന്നു. 300-നൊക്കെ ഇടക്കായിരുന്നു. ഇത് ഏകദേശം നല്ല കൗണ്ട് കിട്ടി തുടങ്ങുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഫുഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നല്ലപോലെ ഫുഡ് പാരൻസിന് കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ച് അക്കൗണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ അധികം ഡിസ്റ്റർബ് ചെയ്യേണ്ടി വരാം. കാരണം ഒക്കെ ചിലപ്പോൾ തിന്ന് കളയും പേടിച്ചിട്ട്. ഇത് നമ്മുടെ ബ്രാഞ്ചിലാണ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നത് ഏഞ്ചൽ എഗ്ഗ് ക്ലീൻ ചെയ്യണം എങ്ങനെയാണെന്നുള്ളത്. അതാണ് കാണുന്നത്. മെയിലും ഫീമെയിലും മാറി എഗ്ഗ് ഇങ്ങനെ എഗ്ഗ് ഇട്ടതിന് ശേഷം ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് കാണിക്കുക. നമുക്ക് ഡിസ്റ്റർബ് ചെയ്താൽ മാത്രമേ എഗ്ഗ് തിന്ന് കളയുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്റ്റർബ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ജസ്റ്റ് ഈ വീഡിയോ എടുത്തത്. നേരത്തെ അതിൻ്റെ എഗ്ഗിൻ്റെ പൊസിഷനൊക്കെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു. കണ്ടത് ഇതിപ്പോൾ ഈ ചെയ്യണമെന്ന് വെച്ചാൽ ഫാൻ ചെയ്യണമാണ്. അതായത് ഫംഗസ് ഒക്കെ റിമൂവ് ചെയ്യണതായി കാണുന്നത്. നമ്മൾ സാധാരണ ഹൈഡ്രജൻ പെറോക്സൈഡിൽ വെച്ച് ഇരിക്കാൻ നേരത്ത് ഫംഗസ് വരയ്ക്കാൻ വേണ്ടിയാണ് ചെയ്യണത്. നോർമലായിട്ട് ഇവരെ തന്നെ ഹാച്ച് ചെയ്യുമ്പോൾ ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫാൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്തെങ്കിലും എഗ്ഗിനകത്ത് എന്തെങ്കിലുമൊക്കെ ഫംഗസും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ റിമൂവ് ചെയ്യാനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് നമുക്ക് ഏഞ്ചലിൻ്റെ എഗ്ഗ് 2 രീതിയിൽ ഹാച്ച് ചെയ്തെടുക്കാമെന്ന് വിരിയിച്ചെടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ നോർമലായിട്ട് ആദ്യം ചെയ്യണമെന്ന് പറയുന്നത് ഏഞ്ചലിൻ്റെ പാരൻസിനൊപ്പം തന്നെ അവരെ തന്നെ ഹാച്ച് ചെയ്ത് വിരിയിക്കുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റി വെച്ച് വിരിയിക്കുക. അതായത് എഗ്ഗ് തിന്നണ ഏഞ്ചൽസ് ഉണ്ടാവും. എത്ര എഗ്ഗ് ഇട്ടാലും അവർ തന്നെ ഹാച്ച് ആക്കാതെ തിന്ന് കളയും. അപ്പം അങ്ങനത്തെ ഏഞ്ചൽസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എഗ്ഗ് ഇട്ടതിന് ഒരു 2 മണിക്കൂറിന് ശേഷം നമുക്ക് ആ എഗ്ഗ് എടുത്ത് മാറ്റി വെച്ചൊരു അക്വേറിയത്തിലോട്ട് വെക്കുക, അല്ലെങ്കിൽ ഒരു ബക്കറ്റിലോട്ട് വെച്ചോ വിരിയിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കത് ഇതുപോലെ ഞാൻ ചെയ്തേക്കണ ഒരു അടിയുടെ ഒരു അക്വേറിയത്തിലോട്ട് എടുത്ത് വെച്ചേക്കാണ് കണ്ടത്. അപ്പോൾ എഗ്ഗ് എല്ലാം കാണാമെന്ന് വിശ്വസിക്കുന്നിട്ട് ആ വൈറ്റ് സ്പോട്ടിൽ കാണുന്നത് ഫെർട്ടിലൈസേഷൻ ചെയ്തേക്കണ എഗ്ഗാണ്. ഫെർട്ടിലൈസേഷൻ ചെയ്യാത്ത എഗ്ഗാണ്. അപ്പോൾ എഗ്ഗിന് ചീത്ത പൂപ്പലൊക്കെ വന്നിട്ട് ആ എഗ്ഗ് അങ്ങോട്ട് ചീഞ്ഞ് പോകുന്നത്. ബാക്കി ഫെർട്ടിലൈസേഷൻ ചെയ്ത എഗ്ഗ് മാത്രം ഇങ്ങനെ കളർ ചെയ്യുന്നിട്ട് അത് മാത്രമേ ഹാച്ച് ആവുള്ളൂ. അപ്പോൾ ആ എഗ്ഗാണ് കാണുന്നത്, തെളിഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ ചെയ്ത എഗ്ഗാണ് തെളിഞ്ഞ് ശരിക്കും നോക്കിയാൽ കാണാൻ പറ്റും. വീഡിയോ അത്ര ക്ലിയർ അല്ല. അപ്പോൾ ഒരു 3-ാമത്തെ ദിവസം തൊട്ട് ഇത് അനങ്ങി തുടങ്ങും. നമുക്ക് ആദ്യം ഇതിന് പാലാണ് വന്നത്. അപ്പോൾ അനങ്ങി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഹൈഡ്രജൻ പെറോക്സൈഡാണ് യൂസ് ചെയ്യണത്. ഇതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇത് ഞാൻ യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 അടപ്പൻ, അതായത് ഒരടിയുടെ അക്വേറിയത്തിൽ 2 അടപ്പൻ ഒഴിച്ച് വെക്കും. എന്നിട്ട് എയറേഷൻ കൊടുക്കും. എയറേഷൻ ഒരിക്കലും ഓഫ് ചെയ്യാൻ പാടില്ല. ഇത് ഹാച്ചായി ഒരു 3-ാമത്തെ ദിവസം തൊട്ട് ഞാൻ പറഞ്ഞ പോലെ അനങ്ങി തുടങ്ങും. ഇത് അതിനുശേഷം ഒരു 9 ദിവസത്തിനുള്ളിൽ ഫുള്ളായിട്ട് ഫ്രീസിങ് ആവും. അപ്പോൾ തൊട്ട് നമുക്ക് ഫീഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ അളവ് ഒരിക്കലും കൂടാൻ പാടില്ല. ഏറ്റവും നന്നായിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, നമ്മൾ ഇതേപോലെ മാറ്റി വെച്ച് ഇരിക്കാൻ നേരത്ത് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാലും എഗ്ഗ് ഹാച്ച് ആവില്ല. എഗ്ഗ് എല്ലാം ചീത്തയിൽ പോവും.
അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നവർക്ക് എന്തായാലും തെറ്റിപ്പോകും, കാരണം എനിക്കും തെറ്റിയാണ് നമ്മൾ ശരിയിലോട്ട് എത്തിയത്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിക്കുമ്പോൾ ആവശ്യത്തിന് മാത്രം ഒഴിക്കുക. അപ്പോൾ അറിയില്ലെങ്കിൽ ആരോടും ചോദിച്ചിട്ട് ചെയ്യാൻ. ഇതുപോലെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചിട്ടാണ് വെച്ചത്. ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ അളവ് കൂടി പോരുത്. നോർമലായിട്ട് നമ്മൾ വാട്ടർ എടുക്കാൻ നേരത്ത് അതിനകത്ത് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. ഒരു 3-ാമത്തെ ദിവസം എടുത്ത വീഡിയോ ആണ് ഇത്. നമ്മൾ നേരത്തെ വെച്ച എഗ്ഗ് കണ്ട, ഫെർട്ടിലൈസേഷൻ ചെയ്യാത്ത എഗ്ഗ് എല്ലാം പൂപ്പലടിച്ച് പോയിട്ടുണ്ട്. ബാക്കിയുള്ള എഗ്ഗ് എല്ലാം ഹാച്ചായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ കാണാം എഗ്ഗ് എല്ലാം ഹാച്ചായിട്ട്. ഏകദേശം ഒരു 200-നടുത്ത് എഗ്ഗ് ഹാച്ചായിട്ടുണ്ട്. ബാക്കി കുറേ എഗ്ഗൊക്കെ ചീത്തയായി പോയിട്ടുണ്ട്. അതാണ് പൂപ്പൽ കാണുന്നത്. ഹാച്ചായത് ഇങ്ങനെ ഇനി ഒരു 8-9 ദിവസം കൂടെ എടുത്താൽ ഇങ്ങനെ ഫ്രീസിമായി തുടങ്ങുള്ളൂ. അതുവരെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഏഞ്ചലിൻ്റെ ഹാച്ചിങ് രീതി. അപ്പോൾ മൊത്തമൊക്കെ ഫെർട്ടിലൈസേഷൻ ചെയ്തായിരുന്നു നമുക്ക് കുറച്ചുകൂടെ കൗണ്ട് കിട്ടിയേനെ. അപ്പോൾ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. ഇത് നമ്മളൊരു 8-9 ദിവസം നമുക്ക് ഇതിനെ ഫീഡ് ചെയ്യാം. ആർട്ടിമയാണ് ഫീഡ് ചെയ്യണത്. ശരിക്കും ഇത് ഫ്രീസിമായിട്ട് അക്യൂറത്തിൻ്റെ കോർണറിലൊക്കെ വന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശരിക്കും ചലിച്ചു തുടങ്ങും. ആ സമയത്ത് നമുക്ക് ആർട്ടിമയെ ഫീഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രീസിമ ആകുന്നതിന് 2 ദിവസം മുമ്പുള്ളതാണിത്. ഏഞ്ചലിൻ്റെ ബേ പ്രൈസാണിത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്രീസിമ ആകുമ്പോൾ 2 ദിവസം മുമ്പ് വരെ ഇങ്ങനെ ശരിക്കും അങ്ങോട്ട് സിം ചെയ്ത് തുടങ്ങും. അതിനുശേഷം 2 ദിവസം കൂടെ കഴിഞ്ഞാൽ ഇതേപോലെ ഫ്രീസിമായി നടക്കാൻ തുടങ്ങും. അപ്പോൾ തൊട്ട് നമുക്ക് ശരിക്കും ഫുഡ് കൊടുക്കണം. അതേപോലെ ഒരു ഫിൽറ്റർ വെച്ച് സ്പോഞ്ച് ഫിൽറ്റർ വെച്ചാൽ റേഷൻ കൂടെ കൊടുക്കുകയാണെങ്കിൽ വേസ്റ്റൊക്കെ ഒഴിവാക്കി കിട്ടും. സ്പോഞ്ച് ഫിൽറ്റർ മസ്റ്റാണ്. അപ്പോൾ നമുക്ക് ആർട്ടിമെ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഗ്രോത്ത് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ഇതിനെ. പക്ഷെ നല്ലൊരു കൗണ്ട് ഉണ്ട് ഇതിനകത്ത്. ഇതെൻ്റെ ഏഞ്ചലിൻ്റെ കുറച്ച് പ്രൈസാണ്. പ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു 2 മാസം കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മളിങ്ങനെ പെയറാകാൻ വേണ്ടി ഇട്ടൊക്കെയാണ്. മാർബിൾ ഏഞ്ചലിൻ്റെയാണ്. മാർബിൾ ഏഞ്ചൽ ഒരു 10-30 ഉള്ളത്. ബാക്കി ഇങ്ങനെ സെയിൽ ചെയ്ത് നമുക്ക് അടുത്തൊരു ബ്രീഡിങ്ങിന് വേണ്ടി ഞാൻ പെയർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 2 മാസമായതേ ഉള്ളൂ. ഒരു 4-5 മാസത്തിനുള്ളിൽ ഇത് പെയർ ആവും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ മഴയൊക്കെ തുടങ്ങുന്ന സമയത്താണ് ഈ ഏഞ്ചൽ കൂടുതൽ മുട്ടയിടാനുള്ളത്. ഓരോ മുട്ടയിടുന്ന ടൈം എന്ന് പറയുന്നത് ശരിക്കും എപ്പോഴും എഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് മഴയത്താണ്. അപ്പോൾ നമ്മൾ ആ സമയത്തൊക്കെ വേണ്ടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ജൂൺ ജൂലൈ ആകുമ്പോഴേക്കും നമുക്കിത് പെയറായി കിട്ടും. നമുക്കൊരു 10-30 ഉണ്ട് ഇതിനകത്ത്. ഏകദേശം ഒരു 10 പേരെങ്കിലും കിട്ടുമെന്ന് വിശ്വസിക്കുന്നത്. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇപ്പോൾ ഒരു നല്ലൊരു രീതിയിലൊരു ബ്രീഡിങ്ങിലോട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ മാർബിൾ ഏഞ്ചലാണ്. എൻ്റെ ഇവിടെ തന്നെ ഉണ്ടായ കുട്ടികളാണിത്. ഒരു 2 മാസം കഴിഞ്ഞാൽ 2-3 മാസമൊക്കെ ഏതാണ്. ഒരു 6 മാസം കഴിയുമ്പോഴാണ് അവർ ഒരു ബ്രീഡിങ് കണ്ടീഷനിലോട്ട് എത്തുള്ളൂ.